ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അസുരൻ്റെ വധു ഭാഗം 28. രചന ഫൗസിയ നൗഷാദ്. ലക്ഷ്മിയമ്മ പറയൽ തുടർന്നു. നിങ്ങളുടെ അച്ഛൻ്റെ കുടുംബക്കാരൊക്കെ പരമ്പരാഗതമായി വ്യാപാരികളായിരുന്നു. അതുകൊണ്ട് ജോലി ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിനായില്ല. അങ്ങനെ ആ പണം നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ആ പണത്തിന് സാധനങ്ങൾ വാങ്ങി ലാഭത്തിന് വിൽക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. അപ്പോൾ ഒരു നല്ല തുകയും കിട്ടും. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനും അത് സമ്മതിച്ചു. ആ പണവുമായി അദ്ദേഹം വേറൊരു ഗ്രാമത്തിൽ പോയി. അദ്ദേഹം തിരികെ വന്നപ്പോൾ പണം കൊടുത്തതുമില്ല, കച്ചവടം നടന്നതുമില്ല. ഞാനത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ആരോ ഒരു പാവപ്പെട്ട സ്ത്രീയെ സഹായിച്ചു എന്ന് എന്നോട് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ അങ്ങനെയായിരുന്നു, സഹായം കൂടുതലാണ്, പാവപ്പെട്ടവർക്ക് ഉള്ളതിൽ പങ്ക് കൊടുക്കുന്ന മനുഷ്യൻ. അങ്ങനെ അദ്ദേഹം ചെയ്തതിൽ എനിക്ക് അത്ഭുതം തോന്നിയില്ല. പക്ഷേ ഏകദേശം 3 ലക്ഷം രൂപയോളം ഉണ്ടാവും അത്. അത്ര രൂപ അങ്ങനെ ചിലവായതിൽ എനിക്ക് ദേഷ്യമാണ് തോന്നിയത്. ഞാൻ വഴക്കിട്ടു. ആ ദേഷ്യത്തിന് ഇറങ്ങിപ്പോയി. പിന്നെ കുറേ ദിവസത്തേക്ക് വന്നില്ല. ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിന് ഏതോ ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീയുമായി അടുപ്പമുണ്ടെന്നാ. ആരോ ഒരാൾ ഇവിടെ എന്നോട് വന്ന് പറഞ്ഞു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ആ ക്യാഷ് പോയത് എവിടെയാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. എൻ്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. ഞാൻ ചോദിച്ചു, ആ പണം കൊടുത്തത് നിങ്ങളുമായി ബന്ധമുള്ള സ്ത്രീക്കല്ലേന്ന്. അത്ര രൂപ കൊടുത്ത് സഹായിക്കാൻ അവർ ആരാണെന്നും ചോദിച്ചു. അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്നോട് പറഞ്ഞു, നിന്നെപ്പോലെ ഒരു പാവം സ്ത്രീയാണ്. ഭർത്താവില്ല, മക്കളെ നോക്കാനാണ്. അപ്പോൾ ഞാൻ വീണ്ടും ദേഷ്യപ്പെട്ടു. അവരുടെ മക്കളെ നോക്കാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ വലിയ വഴക്കായി. അദ്ദേഹം വീണ്ടും കച്ചവടത്തിന് ദൂരെ പോകുമ്പോൾ ഓരോരുത്തർ വന്ന് അദ്ദേഹത്തെയും അവരെയും ചേർത്ത് ഓരോ കഥകൾ എന്നോട് പറഞ്ഞു. ഒടുവിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായി. ഞാനെന്ന് അദ്ദേഹവുമായി വലിയ അടിയുണ്ടാക്കി. നിങ്ങൾ എന്തിനാ നാട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ സഹായിക്കുന്നത്? നാട്ടിലല്ല, ഏതോ കുഗ്രാമത്തിലുള്ളവർ. നിങ്ങൾക്ക് 3 പെൺമക്കളാണെന്ന് നിങ്ങൾ മറക്കരുത്. അച്യുതേട്ടൻ തന്നതൊക്കെ കൊണ്ട് അവർക്ക് കൊടുത്തില്ലേ? നാളെ നിങ്ങളുടെ മക്കളെ ആര് നോക്കുമെന്നാ? എനിക്കതോർത്ത് പേടിയില്ല ലച്ചു. ഞാൻ എന്നെക്കൊണ്ടാകും വിധം എല്ലാവരെയും സഹായിക്കും. നാളെ എൻ്റെ മക്കൾക്കും നല്ലൊരു ഭാവി കിട്ടും. അതോർത്ത് എനിക്ക് വിഷമമില്ല. ആരെങ്കിലും നല്ല ചെക്കന്മാർ അവരെയും കെട്ടിക്കൊണ്ട് പോവും. പിന്നെ എൻ്റെ മക്കൾ പഠിച്ചു വളരും. ഹരിദാസ് മേനോൻ പറഞ്ഞു. അതെ, വളരും. നോക്കിയിരുന്നോ? നിങ്ങൾ ദാനം ചെയ്ത് നടക്ക്. ആ പെണ്ണുപിള്ളയെ നിങ്ങൾ ബന്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി? എനിക്കിപ്പോൾ അറിയണം. ലച്ചു, നീ അനാവശ്യം പറയരുത്. അവർ നല്ലൊരു സ്ത്രീയാണ്. പാവം, അവരങ്ങനെ ഒരു സ്ത്രീ അല്ല. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. മക്കൾ പട്ടിണി കിടക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എങ്ങനെയാ ലച്ചു ഞാൻ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അവരോട് പ്രേമമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ദയവ് തോന്നൂ. ഈശ്വര, എന്ത് കൈവശം കൊടുത്താണോ അവരെൻ്റെ ഭർത്താവിനെ മയക്കിയെടുത്തത്? ഗതി പിടിക്കില്ല അവർ. എൻ്റെ കുഞ്ഞുങ്ങളെയും എന്നെ അനാഥരാക്കിയില്ലേ? ഗുണം പിടിക്കില്ല. വലവീശി പിടിക്കാൻ നടക്കല്ലേ ആണുങ്ങളെ? ഹരിദാസ് മേനോൻ ക്രോധത്തോടെ ലക്ഷ്മിയമ്മയെ അടിച്ചു. എന്തും പറയാമെന്ന് കരുതരുത് ലക്ഷ്മി. അവരൊരു നല്ല സ്ത്രീയാണ്. അവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ദൈവം നിന്നോട് പൊറുക്കില്ല. നീ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട, ഇതാണ് സത്യം. അവരുടെ അവസ്ഥ കണ്ട് ദയവ് തോന്നി ഞാൻ സഹായിച്ചു. അതിൽ പരം മറ്റൊന്നുമില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ എന്നെ തല്ലിയല്ലേ, അതും എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയെ ചൊല്ലി. ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട. അവരെ പോയി സഹായിക്ക്, പോ. അവർ കരഞ്ഞുകൊണ്ട് അലറി. അദ്ദേഹം നിസ്സഹായനായി. നീ കരയേണ്ട ലച്ചു. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തേക്ക്. അദ്ദേഹം അത് പറഞ്ഞ് എവിടെയോ പോവാനൊരുങ്ങി. 3 പെൺമക്കൾക്കും ഉമ്മ നൽകി. നിനക്കും ഉമ്മ നൽകി. നിന്റെ ഒരു പാദസരം അദ്ദേഹം കൊണ്ടുപോയി. അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ല. അതേപോലെ സഹായിക്കാനാവുമെന്ന് കരുതി. നീ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട മകളായിരുന്നു. നിനക്ക് കുറേ ഉമ്മയൊക്കെ നൽകിയ അദ്ദേഹം ഇവിടെ നിന്നിറങ്ങിയത്. പിന്നീട് ഇന്ന് വരെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. കുറേ നാളായിട്ടും കാണാതിരുന്നപ്പോൾ അച്യുതേട്ടൻ അന്വേഷിച്ചു. പക്ഷേ കണ്ടെത്താനായില്ല. അങ്ങനെ ഒരാൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. ഈ പറഞ്ഞ സ്ത്രീയെയും പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ലക്ഷ്മിയമ്മ കണ്ണു തുടച്ചു. കൃഷ്ണ അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അമ്മയ്ക്ക് കുറ്റബോധമുണ്ടോ? ഉണ്ട് മോളെ. പിന്നീട് ഞാനത് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് എന്നോട് നിങ്ങളോടും ഒക്കെയുള്ള സ്നേഹം. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് അതെനിക്ക് മനസ്സിലാകുന്നത്. വൈകിപ്പോയി ഒരുപാട്. എൻ്റെ മക്കളുടെ അച്ഛനെ ഞാൻ നഷ്ടപ്പെടുത്തി. പക്ഷേ ഇന്നും എനിക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു നോക്ക് കാണണം എനിക്ക്. ആ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കണം. അതാണിപ്പോൾ എൻ്റെ മനസ്സിലുള്ള അവസാന ആഗ്രഹം. കൃഷ്ണ അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മ വിഷമിക്കണ്ട. അച്ഛൻ വരും, ഉറപ്പായും വരും. അച്ഛന് വരാതിരിക്കാനാവില്ല. എവിടെയെങ്കിലും ജീവനോടെ തന്നെ എൻ്റെ അച്ഛനുണ്ടാവും. മടി കൊണ്ടാവും വരാത്തത്. അവൾ അമ്മയെ ആശ്വസിപ്പിച്ചു. അവർ 2 പേരും അദ്ദേഹത്തെ കാത്തിരുന്നു. വിധി കാത്തുവെച്ചത് അറിയാതെ.
അല്പസമയം കഴിഞ്ഞ് മായ വന്നു. കൃഷ്ണയെ കണ്ടവൾ പുഞ്ചിരിച്ചു. എങ്ങനുണ്ട് രാധയ്ക്ക്? ചേച്ചി വിഷമിക്കണ്ട, 1 വർഷം അതിനുള്ളിൽ പഴയ പോലെ ആവും. ഉറപ്പാണോ? അതേന്ന്, ഞാനിത് കുറെ കണ്ടിട്ടുള്ളതല്ലേ കൃഷ്ണേച്ചി, ധൈര്യമായിട്ടിരിക്കുക, അവൾ പറഞ്ഞു. കൃഷ്ണയ്ക്ക് സമാധാനമായി. അവളും അതിനാണ് കാത്തിരിക്കുന്നത്. രാധ എത്രയും വേഗം സുഖപ്പെടണം, എന്നാലേ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. അന്ന് വൈകിട്ട് വരെ അവൾ ആദ്യം കാത്തു. പക്ഷെ ഒരു വിളി പോലും അവനിൽ നിന്ന് വന്നില്ല. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ശരിക്കും ഹിറ്റ്ലറിൻ്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ട്. അല്ലെങ്കിൽ എന്താ എന്നോട് സ്നേഹം തോന്നാത്തത്? ചിലപ്പം തോന്നും ഉണ്ടെന്ന്, ചിലപ്പോൾ ഇല്ലെന്ന്. ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്ന് വിളിക്കില്ലേ? അവൾ പോവാൻ തയ്യാറായി. നീ എവിടെ പോന്നു മോളെ? 2 ദിവസം നിൽക്കുകയാന്ന് പറഞ്ഞിട്ട്. അമ്മ, അത് ഞാൻ പോട്ടെ, ആദ്യത്തിന് ഞാൻ ഇല്ലാതെ പറ്റില്ല, എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ പൊക്കോ മോളെ, അവൻ കാത്തിരിക്കുക. മോൾ അവനെ വിളിക്കുക, അവൻ വരട്ടെ. ഏയ് തിരക്കാവും, ഞാനങ്ങ് പൊക്കോളാം. കൃഷ്ണ വേഗം തന്നെ അവിടെ നിന്നിറങ്ങി. ബസ്സിലായിരുന്നു യാത്ര. വീട്ടിലെത്തുമ്പോൾ വല്യമ്മമാർ ഹാളിലുണ്ട്. ആദ്യം എത്തിയിട്ടില്ല. വന്നല്ലോ തമ്പുരാട്ടി, അവിടെ എങ്ങാനും നിന്നാ പോരായിരുന്നോ? കെട്ടി എഴുന്നള്ളി വന്നേക്കുവാ, ഗീത പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാടി ഓടി ഇങ്ങ് വന്നത്? അമൃത വല്യമ്മ ചോദിച്ചു. ഓ അതൊക്കെ എങ്ങനെയാ വല്യമ്മമാരോട് പറയാ? ആദ്യയുടെ ഞാനില്ലാതെ പറ്റില്ലെന്നേ. ഇന്നലെ രാത്രി വിളിച്ച് ഉറങ്ങാൻ പോലും പറ്റിയില്ല. വേഗം വരണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങ് പോരുന്നു. അവൾ കൃത്രിമ നാണം അഭിനയിച്ച് പറഞ്ഞു. അവൾ വേഗം മുകളിലേക്ക് കയറിപ്പോയി. ഓ, കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുക. എന്തൊരു മാറ്റാ! ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അവൾ വെറുതെ പറയുന്നതായിരിക്കും. കൃഷ്ണ മുറിയിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. 1 ദിവസം മാറി നിന്നതേ ഉള്ളൂ. എന്തൊരവസ്ഥയായി മുറി! ആദ്യ വസ്ത്രമൊക്കെ റൂമിൻ്റെ സൈഡിൽ അഴിച്ചിട്ടിട്ടുണ്ട്. വേറെ ഒരുപാട് ഷെൽഫിൽ നിന്നെടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റ് അലങ്കോലായി കിടപ്പുണ്ട്. അവൾ അവൻ്റെ ഒരു ഷർട്ട് എടുത്ത് നെഞ്ചോട് ചേർത്തു. ആദിയുടെ ഗന്ധം, വിയർപ്പും സ്പ്രേയും ചേർന്ന ഒരു തരം മനോഹരമായ ഗന്ധം. അവൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണത്. അവൾ അവിടെ കിടന്ന വസ്ത്രങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചു. എന്നാലും ഈ ഹിറ്റ്ലറിനൊന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. തോന്നിയില്ല. അതിന് അങ്ങേരുടെ മനസ്സിൽ ഞാനുണ്ടോ? സ്നേഹമല്ലേ? ഒക്കെ വെറുതെയാ. ഓരോ സമയം ഓരോന്ന് ചെയ്യുന്നതൊക്കെ വെറുതെയാ. കൃഷ്ണ തുണി മടക്കുന്നതിനിടയിൽ പിറുപിറുത്തു. എന്നാലും ഈശ്വര, ഇങ്ങനൊരു ഭർത്താവിനെയാണല്ലോ എനിക്ക് നീ തന്നത്. അയ്യോ വേണ്ട, പൊറുക്കണേ എൻ്റെ കണ്ണ, ഞാൻ എൻ്റെ വിഷമം കൊണ്ടങ്ങ് പറഞ്ഞതാ. ദേഷ്യക്കാരാണെങ്കിലും എനിക്ക് ഹിറ്റ്ലർ ജീവന. കുറേ പെട്ടെന്ന് പുറകെ വാതിലടയുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നെഞ്ചിൽ കൈപിണച്ച് ഗൗരവത്തോടെ ആദി. അവളുടെ ഉള്ളിലൊരു തീക്കനൽ പുകഞ്ഞു. അവനെ കണ്ടതിലുള്ള ടെൻഷനാണോ അതോ പറഞ്ഞു പോയതിൻ്റെ പേടിയാണോ എന്താ എന്നൊന്നും അവൾക്കപ്പോൾ മനസ്സിലായില്ല. അവൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തതും അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. കൃഷ്ണ പുറകിലേക്ക് നടന്നു, ആദി മുന്നിലേക്കും. കൃഷ്ണയെ അവൻ ചുവരോട് ചേർത്തു. അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി. അവൻ പുരികമുയർത്തി അവളെ നോക്കി. നീ എപ്പോൾ അവിടെ എത്തി? ഞാൻ കുറച്ചു നേരമായി. നിങ്ങളോ? ഞാനും. അല്ല, എന്താ പെട്ടെന്ന് നിങ്ങൾ വന്നേ? 2 ദിവസം അവധി പറഞ്ഞല്ലേ? അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഓഹോ, എങ്കിൽ ഇതൊരു സർപ്രൈസ് ആയിട്ട് കൂട്ടിക്കോടി. അത് പറഞ്ഞ് അവനൊരു കൈകൊണ്ട് അവളെ പിടിച്ച് മറുകൈ കൊണ്ട് അവളുടെ നെറ്റിയിൽ പാറി വീണ മുടിയിഴകൾ ഒതുക്കി വെച്ചു. അവൻ്റെ ആ ഭാവം അവളെ അത്ഭുതപ്പെടുത്തി. ഗാദേ, ഓരോ ദിവസവും നിന്റെ സൗന്ദര്യം കൂടി വരികയാണല്ലോ പെണ്ണെ. അവളുടെ കണ്ണുകളിൽ നോക്കിയവൻ മന്ത്രിച്ചതും അവളുടെ കണ്ണുകളിൽ നാണം ഞെളിച്ചു. മാറി നിൽക്ക്. പെട്ടെന്ന് പ്രജ്ഞ വീണ്ടെടുത്ത് അവൾ അവനെ തള്ളി മാറ്റി. അവൻ ആ പ്രതികരണത്തിൽ ഞെട്ടി. വേണ്ട, നിങ്ങൾ എന്നോട് കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട. എനിക്കൊരു കാര്യം അറിയണം, എന്നിട്ട് മതി ബാക്കി എന്തും, അവൾ തൻ്റെ ഇടത്തോടെ പറഞ്ഞു. എന്താടി? സംശയഭാവത്തിൽ ആദി അവളെ നോക്കി. എനിക്ക് മനസ്സിലാവുന്നില്ല ആദിയേട്ടാ, നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണോ അതോ വെറും കാമം മാത്രമോ? അവളുടെ ആ ചോദ്യം കേട്ട് അടിയേറ്റ പോലെ അവൻ വിറങ്ങലിച്ചു. അറിയാതെ പലപ്പോഴും അവളെ ചുംബിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അങ്ങനെയൊന്ന് അവൻ ചിന്തിച്ചിട്ടേയില്ല. ഗാഥ, അവൻ അറിയാതെ വിളിച്ചുപോയി. സത്യേട്ടാ, ഒരു സംശയമാണ്. ഒരു തവണ പോലും എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് ഏട്ടൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഏട്ടാ? അവൻ മറുപടി പറഞ്ഞില്ല. അത് സത്യമാണെന്ന് അവനും തോന്നി. വിവാഹം കഴിഞ്ഞ് 2 മാസത്തിലേറെയായി. ഒരിക്കൽ പോലും സ്നേഹത്തോടെ അവളോട് സംസാരിച്ചിട്ടില്ല. അവൻ പിന്നീട് അവളോട് സംസാരിക്കാൻ നിൽക്കാതെ ഓഫീസ് റൂമിലേക്ക് പോയി. കൃഷ്ണയ്ക്ക് പറഞ്ഞത് അല്പം കൂടിപ്പോയെന്ന് സംശയം തോന്നി. അവൾ പോലും അറിയാതെ അവൾ ചോദിച്ചു പോയതാണ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഉണ്ട്, കുറേയുണ്ട് ആദിയേട്ടൻ്റെ സ്വന്തമാവാൻ. പക്ഷേ അതിനു മുന്നേ ആ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയട്ടെ. ഓഫീസ് റൂമിലിരുന്ന് ആദി ആലോചിക്കുകയായിരുന്നു. കൃഷ്ണകാന്ത് ഒരു വല്ലാത്ത പെണ്ണ് തന്നെ. അകലുമ്പോൾ അടുക്കുകയും അടുക്കുമ്പോൾ അകലുകയും ചെയ്യുന്ന പെണ്ണ്.
അന്ന് രാത്രി ഏറെയായിട്ടും ആദി മുറിയിൽ വരാത്തത് കൊണ്ട് കൃഷ്ണ ഓഫീസ് റൂമിലേക്ക് വന്നു. അവിടെ മേശയുടെ മേൽ തലവെച്ച് കിടക്കുകയായിരുന്നു ആദി. അവൾക്ക് വിഷമം തോന്നി. അവൾ അവൻ്റെ അടുത്തു വന്നിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവൻ്റെ തലമുടി മെല്ലെ തലോടി. പതിയെ കുനിഞ്ഞ് നെറ്റിയിൽ ചുംബിച്ചു. അവൻ പെട്ടെന്നുണർന്നു. അവൾ ചമ്മല മറിച്ച് പിന്നിലേക്ക് മാറി. ഗാഥ. കണ്ണു തുറന്ന ഉടനെ അവൻ വിളിച്ചു. എന്തു പറ്റിയേട്ടാ? വയ്യേ? കുഴപ്പമൊന്നുമില്ല ഗാഥെ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ. വാ, മുറിയിൽ വന്ന് കിടക്ക്. ഞാനില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കാം. ഏയ് വാ, മുറിയിലേക്ക് പോവാം. അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവനെ എഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ അടുത്തിരുത്തി. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്ത വിഷമം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്താ എൻ്റെ ഏട്ടന്? അവൾ അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് ചോദിച്ചു. അവൻ നൊമ്പരത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ സ്നേഹം. ഗാഥ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പറഞ്ഞോ ഏട്ടാ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. മുറിയിലേക്ക് പോവാ എന്ന. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ അവരുടെ ബാൽക്കണിയിലേക്ക് കൊണ്ടുവന്നു. അവർ കയ്യിൽ പിടിച്ച് നടന്നു പോകുന്നത് താഴെ നിന്ന് കണ്ട ഗീത മൂക്കിൽ വിരൽ വെച്ചു. അതെ, അവൾ കൈവിഷം കൊടുത്ത് അവനെ മയക്കിയിരിക്കുന്നു. ആദ്യ ബാൽക്കണിയിലെ ചെയറിലിരുന്നു. കൃഷ്ണയെ അവൻ വലിച്ചവൻ്റെ മടിയിലേക്കിരുത്തി. അവൾ മുഖം അവൻ്റെ നേരെ തിരിച്ചു. ഇപ്പോൾ അവളുടെ ശ്വാസം അവൻ അറിയാൻ സാധിക്കുന്നുണ്ട്. അവളുടെ നെഞ്ചിടിപ്പ് അവക്കും. ഗാഥെ, എന്തോയ്? നിനക്കെന്നോട് ദേഷ്യമുണ്ടോടി പെണ്ണെ? എന്തിന്? ഞാൻ നിന്നെ കെട്ടിയതിൽ നിന്റെ ജീവിതം ദാശമായില്ലേ? ഇല്ലല്ലോ, എനിക്കിഷ്ടാ കുറേ. ഗാഥെ, പറയേട്ടാ. ഞാൻ നിന്നെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട് ഗാഥെ. ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല. എൻ്റെ മനസ്സിൽ നീ ഉണ്ട് പെണ്ണെ. നീ മാത്രമേ ഉള്ളൂ. അമ്മയാണേ. അവൻ്റെ ശബ്ദം അന്ന് ആദ്യമായി ഇടറി. അവൾ അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ചു. അരുത്, സത്യം ഇടണ്ട. എന്നോടുള്ള പ്രണയം ഇപ്പോൾ ഞാൻ ആ കണ്ണുകളിൽ കാണുന്നുണ്ടേട്ടാ. അത് മതി എനിക്ക്. മറ്റൊന്നും എനിക്ക് വേണമെന്നില്ല. അവനോട് കുറച്ചുകൂടി ചേർന്നിരുന്ന് അവൾ പറഞ്ഞു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ ഗൗരവമായിരുന്നില്ല. പകരം അവളോടുള്ള പ്രണയം അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല. അവളുടെ ഹിറ്റ്ലറോടുള്ള ഒടുങ്ങാത്ത അനുരാഗം മാത്രമായിരുന്നു. അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്തോടെ അലഞ്ഞു നടന്നു. അതവളിൽ കുളിർ സൃഷ്ടിച്ചു. ഗാഥ, എൻ്റെ ഈ പ്രണയം നിനക്ക് അഭിനയാണെന്ന് തോന്നുന്നുണ്ടോ? അന്ന് അമ്മ പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയൊന്ന്. ഇല്ലേട്ടാ, ഒരിക്കലും ഇല്ല. ഞാൻ അറിയുന്നുണ്ട് ആ സ്നേഹം. ഇതുവരെ ഞാൻ ആരെയും ഇങ്ങനെ പ്രണയിച്ചിട്ടില്ല ഏട്ടാ. അവനെ മുറുകെ പിടിച്ച് അവൾ പറഞ്ഞു. ഞാനും. എൻ്റെ ആദ്യ അവസാനം പ്രണയം നീ മാത്രമാണ് ഗാഥ. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചു. പിന്നീട് അവളുടെ കവിളുകളിലും. അവൻ്റെ വിരലുകൾ അവളുടെ ചെഞ്ചൊടികളിൽ സ്പർശിച്ചതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. അവൻ മെല്ലെ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഗാഥ. അവളുടെ കാതോരം ചേർന്നവൻ വിളിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പെണ്ണെ. നീ പറയുന്നത് പോലെ ഹിറ്റ്ലറില്ലേ? ഹിറ്റ്ലറിന്റെ മനസ്സിൽ ഇടം പിടിച്ച ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, മിസ്സസ് ഹിറ്റ്ലർ. ഗാഥ ആദിഷ്. അവൻ്റെ വാക്കുകൾ അവളെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. അവൻ അവളുടെ അതരങ്ങളിൽ അതരങ്ങൾ അമർത്തി. മെല്ലെ അവൻ അവളുടെ അതരങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. അതവൾക്ക് പുതിയ അനുഭൂതിയായിരുന്നു. അവളുടെ കണ്ണു രണ്ടും പുറത്തു തള്ളി. അവൻ്റെ മേലുള്ള അവളുടെ പിടിമുറുകി. അതവൻ്റെ വികാരങ്ങളെ ഉണർത്തി. കൂടുതൽ ആഴത്തിൽ അവനവളുടെ അതരങ്ങളെ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. പുറത്ത് രാത്രിയുടെ തണുപ്പിൽ അവരുടെ ശരീരങ്ങൾ ചൂടുപിടിക്കുകയായിരുന്നു. ആദ്യമായൊരു ദീർഘചുംബനം ആസ്വദിച്ചതിൻ്റെ നിർവൃതി രണ്ടുപേരുടെ മുഖത്ത് നിഴലിച്ചു. ഉമിനീരിൽ ചോരച്ചു പറഞ്ഞപ്പോൾ അവനവളെ മോചിപ്പിച്ചു. അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ഗാഥെ. എന്താ ഏട്ടാ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് ഗാഥ. പറഞ്ഞോ ഏട്ടാ. നിനക്ക് സങ്കടാവോ പറഞ്ഞ? ഏട്ടൻ പറയുന്നേ. നിന്റെ അച്ഛൻ എന്തു പറ്റിയതാ ഗാഥെ? നീ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നോട്. അത് കുറെ പഴയതാ. അച്ഛനും അമ്മയും തമ്മി എന്തോ ചെറിയ വഴക്ക്, അങ്ങനെ പിണങ്ങിപ്പോയതാ. പിന്നെ വന്നിട്ടില്ല. വരും. അച്ഛന് വരാതിരിക്കാവില്ല. എവിടെയെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ ഒളിച്ചു കഴിയാ. വരട്ടെ. എനിക്ക് ചോദിക്കണം, എന്തിനാ ഞങ്ങളെ കളഞ്ഞു പോയതെന്ന്. അച്ഛൻ്റെ പ്രിയപ്പെട്ട മോളാന്ന് പറഞ്ഞിട്ട് എന്തിനാ എന്നെ ഉപേക്ഷിച്ച് പോയതെന്ന് എനിക്ക് ചോദിക്കണം. ഞാൻ കാത്തിരിക്കാം. അച്ഛൻ വരും. അവൾ വാചാലയായി. തളർന്നത് ആദിയായിരുന്നു. അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഗാഥയെ എങ്ങനെ നിരാശപ്പെടുത്തും? പക്ഷേ സത്യം അവളോട് പറഞ്ഞേ പറ്റൂ. ഗാഥ, എന്നെ കാത്തൊരു പെൺകുട്ടിയുണ്ട്. അവനത് പറഞ്ഞതും അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. ആര്? എവിടെ? ഒരാളുണ്ട്. ഏട്ടനന്ന് താമസം മാറിയപ്പോൾ ആ കുട്ടിയാണോ? ഏട്ടാ, പിന്നെ എന്താ സംഭവിച്ചത്? പറയോ? പറയാം. ആദി പറയാൻ തുടങ്ങി. ഞാനും അമ്മയും അമ്മുവും വീട് വിട്ടിറങ്ങി. പക്ഷേ സുരക്ഷിതമായിരുന്നില്ല. എവിടെയും ചെന്നായ കണ്ണുകൾ. ഒരുപാട് പേര് അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പല അപകടങ്ങളും നേരിട്ടു. പക്ഷേ അമ്മ കീഴടങ്ങിയില്ല ആർക്കും. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു.
അങ്ങനെ ഞങ്ങൾ ഒടുവിൽ കൃഷ്ണപുരത്തെത്തി. അവിടെയുള്ളവർ നല്ല മനുഷ്യരായിരുന്നു. ആ നാട് സുരക്ഷിതമാണെന്ന് അമ്മയ്ക്ക് തോന്നി. അമ്മ ചെയ്ത തെറ്റെന്തെന്നാൽ ഒരുപാട് ക്യാഷ് എടുത്തില്ല, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് വണ്ടിക്കൂലി തന്നെയായി. ഞങ്ങളെ വിശന്ന് കഴിയുമ്പോൾ ഭക്ഷണം വാങ്ങിത്തന്നു. 3-4 ദിവസം കടത്തിണ്ണയിലൊക്കെ കിടന്നിട്ടുണ്ട്. ജോലി അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും ചെന്നു. പക്ഷെ എല്ലാവരും സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ട് ഓരോ ആവശ്യം മുന്നോട്ട് വെച്ചു. മുതലെടുക്കാൻ നോക്കി. അമ്മ തോറ്റുകൊടുത്തില്ല. അങ്ങനെ ഉള്ളതിന് അമ്മ വീണു കൊടുത്തില്ല. പക്ഷേ അമ്മ എന്തിനാ അങ്ങനെ ചെയ്തത്? അമ്മയ്ക്ക് ഒരുപാട് ബന്ധുക്കൾ ഇല്ലായിരുന്നോ? അവരുടെയൊക്കെ വീട്ടിൽ പോകാമായിരുന്നല്ലോ, കൃഷ്ണ ചോദിച്ചു. ഉണ്ട്, പക്ഷേ അമ്മയ്ക്ക് അവരെ ബുദ്ധിമുട്ടിക്കാനായില്ല. അമ്മയ്ക്ക് 2 ആങ്ങളമാരും ഒരു അനിയത്തിയാണ്. അവരൊക്കെ കുടുംബമായി കഴിയുക. അവർക്ക് ഞങ്ങളൊരു ഭാരമാവുമെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് അവിടേക്ക് പോവാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ പട്ടിണിയായി. കിടക്കാൻ ഇടം പോയിട്ട് പട്ടിണിയായിരുന്നു. രാത്രി അമ്മയെ തേടി ഓരോരുത്തർ വരും. അമ്മ അവരെ ആട്ടിപ്പായിക്കും. ആ നേരം അമ്മയുടെ കണ്ണിലെ വേദന ഞാൻ കണ്ടതാകാതെ എനിക്ക് മറക്കാനാവില്ല. അത്രയേറെ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ച സ്ത്രീ ഇത്രയും കഷ്ടപ്പെടാൻ കാരണം ഭർത്താവ് മാത്രമാണ്. ആ സത്യം ഞാൻ ഉൾക്കൊണ്ടു. അച്ഛനെ ഞാൻ വെറുത്തു. അവൻ തുടർന്നു. അന്ന് അവൻ അനുഭവിച്ച വേദന അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും പ്രകടമായി. ഒരു രാത്രി 2 പേർ അമ്മയെ തേടി വന്നു. അമ്മ എന്നു രാത്രി ഞങ്ങൾക്ക് കാവലിരുന്ന് ക്ഷീണിച്ച് അല്പം ഒന്ന് മയങ്ങിപ്പോയി. ആരുടെ സ്പർശനമറിഞ്ഞ് അമ്മ ഞെട്ടി ഉണർന്നതും അമ്മയുടെ വായ പൊത്തി. അമ്മ അവിടെ നിന്ന് വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന ഞാനത് കണ്ട് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും എന്നെ അവർ ആനു തള്ളി. അത്രമാത്രം ആരോഗ്യവാനല്ലല്ലോ ഞാനെന്ന്. പക്ഷേ ദൈവഭാഗ്യമെന്ന് പറയട്ടെ, ആ പാതിരാത്രി ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു. അദ്ദേഹം ഈ രംഗം കണ്ട് ഓടി വന്ന് അവരെ തല്ലി അമ്മയെ രക്ഷപ്പെടുത്തി. ആ മനുഷ്യനായിരുന്നു ഞാൻ കണ്ട എൻ്റെ ദൈവം. സകലതും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അമ്മയ്ക്ക് അയാൾ പൊതുജീവിതം നൽകി. ആ രാത്രി അയാൾ കൂട്ടിരുന്നു. അമ്മയോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. രാവിലെ അമ്മ വിശന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം ഞങ്ങൾക്ക് 3 പേർക്കും ഭക്ഷണം വാങ്ങി തന്നു. ഞങ്ങളുടെ കഥ കേട്ട് അദ്ദേഹത്തിന് അലിവ് തോന്നി. കൃഷ്ണ നിഷ്കളങ്കമായി അവനെ നോക്കി. എന്നിട്ട് അവൾ ചോദിച്ചു. അവന് മനസ്സിലായി അവൾ ഇപ്പോഴും അതവളുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം കയ്യിലെ പൈസയ്ക്ക് ഞങ്ങൾക്ക് സുരക്ഷിതമായൊരു വീട് പണിഞ്ഞു തന്നു. അന്ന് നീ കണ്ടില്ലേ? അത് തന്നെ. ആവശ്യമുള്ളതൊക്കെ ചെയ്തു തന്നു. രാത്രികളിൽ പലരും വാതിൽ കൊട്ടിയാലും അമ്മ ഞങ്ങളെ ചേർത്ത് പിടിച്ചു കിടക്കും. അമ്മയ്ക്ക് അറിയാമായിരുന്നു അവിടെ നിന്ന് ആരും ഞങ്ങളെ പിടിച്ചിറക്കില്ലെന്ന്. എന്നിട്ട് അദ്ദേഹം പിന്നെ എവിടെ? അദ്ദേഹം മിക്ക ദിവസവും അവിടെ വരും. അദ്ദേഹത്തെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ വയ്യാത്തത് കൊണ്ട് അമ്മ ജോലി ശരിയാക്കാൻ അപേക്ഷിച്ചു. ഒരു മില്ലിൽ ജോലിയും ശരിയാക്കി കൊടുത്തു. അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നില്ല. ഞങ്ങളെക്കുറിച്ച് എല്ലാം അദ്ദേഹത്തിന് അറിയായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ദൈവമായിരുന്നു. കൂടുതൽ കാര്യം അറിയാൻ ഞങ്ങളും ശ്രമിച്ചില്ല. കൃഷ്ണ കഥ കേൾക്കുന്ന കൗതുകത്തോടെ അവനെ നോക്കി. ഇടവിട്ട ദിവസം അദ്ദേഹം വരും, കാര്യങ്ങൾ തിരക്കും. അമ്മുവും ഞാനും അദ്ദേഹവുമായി കൂടുതൽ അടുത്തു. അമ്മയ്ക്ക് സഹോദര തുല്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനും അങ്ങനെ തന്നെ. പക്ഷെ നാട്ടുകാർക്ക് നല്ലതുപോലെ പോകുന്നത് പറ്റില്ലല്ലോ. അവരോരോന്ന് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി. എവിടെ തിരിഞ്ഞാലും അമ്മയും അദ്ദേഹത്തെയും ചേർത്ത് അപവാദങ്ങൾ മാത്രം. കുറേയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷെ ഒരുപാടായപ്പോൾ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. പല രാത്രികളിലും അമ്മ കരയാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ഞാൻ കുറേ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ എന്നെ കെട്ടിപ്പിടിച്ച് അമ്മ കരയുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് തകർന്നു പോവുകയായിരുന്നു ഗാഥേ. അവൻ്റെ കണ്ണും നിറഞ്ഞു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. നീ പറയൂ ഗാഥ, പിന്നെ എങ്ങനെ എനിക്ക് എൻ്റെ അച്ഛനെന്ന് പറയുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുക? സ്നേഹിക്കുമെന്ന് തീരുമാനിച്ചാൽ തന്നെ എൻ്റെ മനസ്സിലേക്ക് അമ്മ അനുഭവിച്ച വേദനകൾ ഓർമ്മ വരും. സാരമില്ല ഏട്ടാ, പോട്ടെ, കഴിഞ്ഞില്ലേ ഒക്കെ. പിന്നെ എന്താ സംഭവിച്ചത്? അങ്ങനെ ഒരുപാട് നാളിത് തുടർന്നു. പക്ഷേ അമ്മ പതിയെ പതിയെ തളർന്നു പോകുന്നതായി എനിക്ക് തോന്നി. ഒരു ദിവസം അദ്ദേഹം വളരെ വിഷമത്തോടെയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു, ആരോ അപവാദം പറഞ്ഞു കൊടുത്തു എന്നൊക്കെ. അത് കേട്ടപ്പോഴാണ് അമ്മ കുറച്ചുകൂടി തളരുന്നത്. അമ്മ കാരണം ഒരു കുടുംബം ഇല്ലാതാവുന്നത് അമ്മയ്ക്ക് സഹിക്കാനായില്ല. അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.